ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ 9th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് ഈസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻകമ്പാഷബിൾ ഓർ ഒപ്പോസിംഗ് നീഡ്സ്, വിഷസ്, ഐഡിയാസ്, ഇൻട്രസ്റ്റ് ഓർ പീപ്പിൾ. Conflict arises when individuals or groups encounter goals that both parties cannot obtain satisfactorily. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, ഒരു പ്രശ്നം ഉണ്ടാവുന്ന എപ്പോഴും എന്താണ്, ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഇൻകമ്പാഷ്യബിൾ ആവുക. അതായത് എന്തായാലും അവിടെ രണ്ട് തരത്തിലുള്ള ആളുകൾ, അവരുടെ നീഡ്സ്, അവരുടെ വിഷസ്, അവരുടെ ഐഡിയാസ്, ഇൻട്രസ്റ്റ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമായി മാറുമ്പോഴാണല്ലോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അത് ഇൻഡിവിജ്വൽ തമ്മിലാവാം, ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന ഗോളുകളുടെ ബേസിലായിരിക്കാം. രണ്ടു പേർക്കും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയെ തന്നെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. It is any situation in which two or more parties feel themselves an opposition. ഏതൊരു സാഹചര്യത്തിലും രണ്ടോ അതിലധികമോ വ്യക്തികൾക്ക് തീർത്തും വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അതൊരു ഇൻ്റർപേഴ്സണൽ പ്രോസസ്സാണ്. അത് റൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഏതെങ്കിലും ഒരു ഗോളിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഡിസഗ്രിമെൻറ്റ് വഴി. രണ്ടുപേരുടെയും വിസമ്മതം വരുമ്പോഴാണല്ലോ അവിടെ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ, അക്കംപ്ലിഷ് ചെയ്യാനുള്ള മെത്തേഡ്സിലോ ഗോൾസിലോ ഉള്ള ഡിസഗ്രിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇൻ്റർപേഴ്സണൽ പ്രോസസ്സിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. കോൺഫ്ലിക്റ്റ് എപ്പോഴും അറൈസ് ചെയ്യുന്നത് ഒരു പെർസ്വേഷൻ ഓഫ് എക്സ്ക്ലൂസീവ് ഗോളിൻ്റെ മുകളിൽ, വാല്യൂസ്, മെത്തേഡ്സ്, ഈവൻറ്റ്സ്, ടു ഓർ മോർ പാർട്ടീസ് മ്യൂച്വലി. രണ്ട് പേരുണ്ടാവുമ്പോഴാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം മിനിമം ടു ഓർ മോർ പാർട്ടീസ് മ്യൂച്വലി അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുകളിൽ ഒരു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. കോൺഫ്ലിക്റ്റ് എപ്പോഴും അറൈസ് ചെയ്യുന്നത് ഒരു ഡെലിബറേറ്റ് ഇൻ്റർഫേസ് ആയിരിക്കും. എന്തായാലും ഒരു പാർട്ടി ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പാർട്ടിയെങ്കിലും അത് മനഃപൂർവ്വം ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒക്കർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. അതിൽ ഒരിക്കലും ഒരു നോ ഓൾട്ടർനേറ്റീവ് ടു സെലക്ട് ഫ്രം അവൈലബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്ക് അതിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. കാരണം അതിൻ്റെ ഒപ്പം ഒരുപാട് ഈവൻറ്റ്സ് കൂടി, ഒരു സീരീസ് ഓഫ് ഈവൻറ്റ്സ് അതിലുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള പെർസെപ്ഷൻസ്, അതായത് രണ്ട് വ്യക്തികളെങ്കിലും മിനിമം ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ഒരു പെർസെപ്ഷൻ, അവരെങ്ങനെ ഒരു കാര്യത്തിന് നോക്കി കാണുന്നു എന്നുള്ള ഒരു വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവുക. ഇനി തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ അല്ല, ഒരു മത്സരമല്ല അവിടെ വരുന്നത്. എവിടെ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഇൻ്റർഫിയർ ചെയ്യുക, മറ്റൊരു പേഴ്സൻ്റെ ഓപ്പർച്യൂണിറ്റിയിലെ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സ് ഓപ്പർച്യൂണിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ആകുമ്പോൾ രണ്ട് പാർട്ടീസും അവർ വിൻ ചെയ്യാനാണ് അവർ പരസ്പരം നോക്കുന്നത്. പക്ഷേ ഇവിടെ വിന്നിങ് അല്ല ഉദ്ദേശം, അവരുടെ ഓപ്പർച്യൂണിറ്റിയോ റിസോഴ്സോ നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ 2 മാർക്കിൻ്റെ കോൺഫ്ലിക്റ്റ് എന്താ നോക്കി, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേച്ചർ എന്താ നോക്കി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓർ ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ്. എത്ര തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്? ഇതിന് പ്രധാനമായിട്ടും 4 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ലെവലുണ്ട്, പിന്നെ ഒന്ന് ഇൻ്റർ ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, പിന്നെ ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം. എന്താണ് ഇൻഡിവിജ്വൽ ലെവലിൽ വരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? ഒരു ഇൻഡിവിജ്വല് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക്കലി അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനാണ് അവർ ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുക. പക്ഷെ അവിടെ ചെല്ലുമ്പം അവർ ഫേസ് ചെയ്യണത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വിതിൻ ഹിംസെൽഫ്. അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ആണ്. കാരണം അവിടെ ആ ഓർഗനൈസേഷനിൽ ചെന്ന് കാണുന്ന പല കാഴ്ചകളും അത് അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവാം. ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ഈസ് നീഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് പെർസീവ്ഡ് സ്റ്റാൻഡേർഡ്. കാരണം നമ്മൾ എന്തൊക്കെ വിചാരിച്ചിട്ടാണോ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തത്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച നമ്മളിൽ ചിന്തിച്ചതും നമ്മൾ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു ടെൻഷൻ അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആവുക. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിനെ തന്നെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റും ഉണ്ട്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റും ഉണ്ട്.
ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ആ വ്യക്തിയുമായി തന്നെ ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പം എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ടെൻഷൻസ്, ഇപ്പം ഞാനും വേറൊരാളും തമ്മിലല്ല, എനിക്ക് എന്നോട് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇത് അറൈസ് ചെയ്യുന്ന ഇവിടുന്ന് ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഗോൾ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും റോളിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് നമ്മളോട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ഫ്രസ്ട്രേഷൻ, ഒന്ന് ഗോളും റോളും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രസ്ട്രേഷൻ? എപ്പോഴാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക? നമ്മളൊരു കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ഗോളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ നമുക്കവിടെ എത്തിപ്പെടാൻ വല്ല തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാന്ന് വെച്ചാൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ദാഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ നോക്കുമ്പം ആ ഡോറ് ക്ലോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അവർക്ക് എന്താണ്, ആ ഒരു വെള്ളം കിട്ടാനുള്ള സാഹചര്യം അവിടെ ഇല്ലാതെയാവുകയാണ്. അപ്പോൾ അതോടുകൂടി അവർ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനോട് അയാളെ ഫിസിക്കലിയോ സിംബോളിക്കലിയോ ഒക്കെ അവർ ആ ഒരു ബാരിയർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ അവിടെ ഉണ്ടായിന്ന് വരും. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പലപ്പോഴും പല തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും അവർ കൈക്കൊള്ളുന്നത്. ചിലപ്പോൾ വളരെ അഗ്രസീവ് ആവാം, വിഡ്രോവൽ ഉണ്ടാവാം, ഫങ്ഷണൽ ആവാം, റെസിഗ്നേഷൻ ആയിരിക്കാം, കോംപ്രമൈസ് ആയിരിക്കാം. അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സത്തിനെ നമ്മൾ ഫിസിക്കലിയും സിംബോളിക്കലിയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്, അതിനങ്ങോട്ട് പൊട്ടിച്ചെറിയാനുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് അഗ്രഷൻ. ചിലപ്പോൾ നമ്മൾ ആ വഴിക്കേ പോയില്ല എന്ന് വരും, അത് വിഡ്രോവൽ എന്ന് പറയും. അതും ഒരു തരത്തിലുള്ള ആ ഒരു ബാരിയറിന് നമ്മൾ അതിനോടുള്ള റിയാക്ഷൻ തന്നെയാണ് നമ്മുടെ മൈൻഡിൻ്റെ. പിന്നെ പറഞ്ഞ ഫങ്ഷൻ എന്ന് പറയും. ഫങ്ഷൻ ആകുമ്പോൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ആ ഒരു പ്രവൃത്തി എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുക, അതിനാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിന് തന്നെ വിട്ടയച്ചിട്ട് നമ്മൾ പുതിയൊരു ഗോളിലേക്ക് പോവാം. കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യുന്നത് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം സിറ്റുവേഷനിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ ഗോൾ കോൺഫ്ലിക്റ്റ് ആണ്. ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രസ്ട്രേഷൻ, അതായത് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിൽ ഫ്രസ്ട്രേഷനാണ് ആദ്യം, 2 ഗോളിൽ വരുന്നതാണ്. ഗോളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിലെ ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ കോമ്പറ്റിംഗ് ഗോൾസ് നമുക്ക് നിലവിൽ ഉണ്ടാവുക. ഗോൾ കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ദ അറ്റൈൻമെൻറ്റ് ഓഫ് 1 ഗോൾ അവോയ്ഡ്സ് ദ പോസിബിലിറ്റി ഓഫ് അറ്റൈനിങ് അനദർ ഗോൾ. സപ്പോസ് നമുക്ക് 2 ഗോളുകളുണ്ട് അല്ലെങ്കിൽ 3 ഗോൾ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ അതിലത്തെ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ബാക്കി 2 ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ഇത് ഒരു തടസ്സമായി മാറുകയാണെങ്കിൽ അതിനെയാണ് ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗോൾ കോൺഫ്ലിക്റ്റ് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഫസ്റ്റ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് when an individual is motivated to approach 2 or more positive but mutually exclusive goals. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 2 അതിലധികമോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗോൾ ഉള്ളപ്പോഴാണ് ഈ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു യങ് ഗ്രാജുവേറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടി ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല 2 ജോബിൻ്റെ ഇത് കിട്ടി, നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ കിട്ടി, കോൾ ലെറ്റർ കിട്ടി. അതന്നാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നു. കാരണം ഈ ഒരു ടൈപ്പ് ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം ഓർഗനൈസേഷനിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. കാരണം 2ഉം നല്ല ജോബാണ്. തീർച്ചയായിട്ടും ഒന്ന് സെലക്ട് ചെയ്താൽ മറ്റൊന്നിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാതെയാവുകയാണ്. പക്ഷെ നമുക്കത് ചെയ്തേ മതിയാവുള്ളൂ. ഇതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്രോച്ച് ഗോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള 2 കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ജനറൽ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഒരു സെയിൽസ് മാനേജറിൽ നിന്നും. ഫേമിൻ്റെ ബാഡ് ലൊക്കേഷൻ, ഒരു ബാഡ് ലൊക്കേഷനിൽ സെയിൽസ് മാനേജർ ഓഫ് എ റെപ്യൂട്ടഡ് ഫേം ഇൻ എ ബാഡ് ലൊക്കേഷൻ വളരെ ബാഡാണ്, പക്ഷെ ഫേം നല്ല റെപ്യൂട്ടഡ് ആണ്, അവിടെ സെയിൽസ് മാനേജറാണ്. അതിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആണ് ഒരു ജനറൽ മാനേജർ പറഞ്ഞ പോസ്റ്റ്. ഇതിനാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇവിടെ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നത് 2 നെഗറ്റീവ് ഗോളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്രോച്ച് പറയുമ്പോൾ 2ഉം പോസിറ്റീവ് ഗോളുകളാണ്. അപ്രോച്ച് അവോയ്ഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. മൂന്നാമത്തത് പറഞ്ഞാൽ 2 ഗോളുകളും നെഗറ്റീവ് ആവാം. അവിടെ 2ഉം നമ്മൾ
സെലക്ട് ചെയ്യുന്നില്ല. മേ സിംപ്ലി ലീവ് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ നോക്കാൻ പോകുന്നില്ല. അത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ വർക്കർ എന്ത് ചെയ്ത് പ്രസന്റ് ജോബിനെ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. ജോബ് സീക്കിംഗ് അനദർ ജോബ് വിച്ച് ഈസ് ലെസ് അട്രാക്റ്റീവ്. നിലവിലുള്ള ജോലി ഇഷ്ടമില്ല, വേറെ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും അവർക്ക് അട്രാക്റ്റീവ് അല്ല. അവിടെ രണ്ടും അവോയ്ഡൻസ് ആണ് വരുന്നത്. ഇതാണ് ഗോളിൽ വരുന്ന കോൺഫ്ലിക്റ്റ്. ഇനി വരുന്ന കോൺഫ്ലിക്റ്റ് മൂന്നാമത്തത് റോളിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഇതൊരു തേർഡ് സോഴ്സ് ആണ് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിലെ. ചില സമയത്ത് ഇൻഡിവിജ്വൽസിന് കുറച്ചുകൂടി പല പല റോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഫൈൻഡിങ് ടൈം ആൻഡ് റിസോഴ്സസ് ഇൻആഡക്വേറ്റ് ടു ഡു സോ. അങ്ങനെ ഒരു റോളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അവരുടെ റിസോഴ്സോ സമയമോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതോറിറ്റി കോൺഫ്ലിക്റ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് റോൾ കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മാനേജേഴ്സ് സെയിം റാങ്കിലാണ്. ആസ്ക് ദ സെക്രട്ടറി ടു ടൈപ്പ് എ ലെറ്റർ ആൻഡ് സബ്മിറ്റ് ഓൺ എ പെർട്ടിക്കുലർ ടൈം. 2 പേരും ഒരേ പൊസിഷനിലുള്ള ആളോട് ഒരാളാണ് പറയുന്നത് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ. ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് ടൈം ദ സെക്രട്ടറി ക്യാൻ ക്യാരി ഔട്ട് ഓൺലി വൺ റിക്വസ്റ്റ്. ആ ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് അവിടെ സെക്രട്ടറി ഒരു റിക്വസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ റോളിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ്. കാരണം 2 പേരും പൊസിഷൻ സെയിം ആണ്, പക്ഷെ ഒരാൾ ചെയ്യുന്നു മറ്റൊരാൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റിൻ്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വലിൽ തന്നെ പ്രധാനമായിട്ട് രണ്ടെണ്ണം ഉണ്ട്, ഇൻട്രയും ഇൻറ്ററും. അതിൽ ഇൻട്രയെ തന്നെ 3ആയി ഡിവൈഡ് ചെയ്തു. ഫ്രസ്ട്രേഷനും ഗോളും, ഗോളിൽ തന്നെ 3 കാറ്റഗറി, പിന്നെ റോള് ഉള്ളത്. ഇനി ഇൻഡിവിജ്വലിൽ തന്നെയുള്ള രണ്ടാമത്തെയാണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് 2 വ്യക്തികൾ തമ്മിലാണ്. ആദ്യത്തെ ഇൻട്രാ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇത് ഇന്റർ കോൺഫ്ലിക്റ്റ് ആണ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വയം അവരോട് തന്നെ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ആണ്. ഇന്റർപേഴ്സണൽ പറയുമ്പോൾ ഇവിടെ 2 വ്യക്തികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കോമ്പറ്റീഷൻ, ഒരു അവരുടെ ചില സ്റ്റാറ്റസോ പവർ പൊസിഷനോ പ്രൊമോഷനോ റിസോഴ്സോ ഒക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ കോമ്പറ്റ് ചെയ്യുക 2 വ്യക്തികൾ. ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് ഓഫ് ഈഗോ സ്റ്റേറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. കാരണം 2 പേരും ഒരേ പഠിത്തം, ഒരേ റാങ്ക്, ഒരേ പൊസിഷനിലുള്ള ജോലികൾ, പക്ഷെ അതിൽ ഞാനാണോ നീയാണോ കൂടുതൽ വിൻ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഈഗോ ഉണ്ടാവില്ല, ഒരു സ്റ്റാറ്റസിൻ്റെ ഈഗോ, അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്ലാഷിനെയാണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണ് ഡിഫറൻസ്, അതിൻ്റെ വേരിയസ് റീസൺസ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ പേഴ്സണാലിറ്റിയിലുള്ള ഡിഫറൻസുകളാണ്. ഇപ്പോൾ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ, ഒരു പേഴ്സൺ ടു പേഴ്സൺ എല്ലാവരും വ്യത്യാസമായിരിക്കും. അവർ ചിലപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, പല ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ളവരായിരിക്കാം, പല പെർസെപ്ഷനും കൾച്ചറും ആറ്റിറ്റ്യൂഡും നേച്ചറും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങളിൽ സാമ്യത പുലർത്തുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അത് പേഴ്സണാലിറ്റിയുടെ തന്നെ ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട്. ഈഗോ സ്റ്റേറ്റ്സും അതായത് ഓരോ ആളുകൾ ചിന്തിക്കുന്ന രീതി, അവരുടെ ഫീലിംഗ്, അവരുടെ ബിഹേവിങ് ചില പെർട്ടിക്കുലർ ടൈമിൽ. ഈഗോ സ്റ്റേറ്റ്സ് എപ്പോഴും കോംപ്ലിമെൻ്ററി ആണ്. കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ മേ അറൈസ്. ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോൾ ഈഗോ എപ്പോഴും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്തെ വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 വ്യക്തികൾ തമ്മിൽ അവരുടെ കുറേ മൂല്യങ്ങൾ, കുറേ താല്പര്യങ്ങൾ എല്ലാം തീർച്ചയായും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ക്വാളിറ്റി കൺട്രോൾ മാനേജർ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റിക്കായിരിക്കും ഒരു പ്രൊഡക്റ്റിന്. പക്ഷേ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മാനേജർ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിരിക്കും. ദെയർ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഈ ഡിഫറൻസും വാല്യൂ സിസ്റ്റവും അതിൽ വാല്യൂവിൽ വരുന്ന ഡിഫറൻസും ഒരു ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം. പിന്നെ പെർസെപ്ഷനിൽ വരുന്ന ഡിഫറൻസ്, 2 വ്യക്തികൾ ഓരോ കാര്യങ്ങൾ, ഒരു പ്രശ്നത്തിനെ നോക്കി കാണുന്ന രീതി, അത് മനസ്സിലാക്കിയെടുക്കുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴും അവിടെ ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. പിന്നെ അവർക്ക് കിട്ടുന്ന അധികാരം, പവർ, അവരുടെ പൊസിഷൻ ഡിഫറൻസ്. അവർ ചിന്തിക്കുകയാണ്, ഇഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊസിഷൻ ആൻഡ് പവർ. ഇപ്പം ഞങ്ങൾ 2 പേരും ജോലിക്ക് ഒരുമിച്ച് കയറിയതാണ്, അവന് കുറച്ചും കൂടി വലിയ പൊസിഷൻ അല്ലെങ്കിൽ കുറച്ച് അധികാരം, ദേ വിൽ റെസിസ്റ്റ് ഇറ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു ഇൻ്റർപേഴ്സണൽ. അപ്പോൾ ഒപ്പത്തിനുള്ള ആൾക്ക് ഒരേപോലെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. പിന്നെ റിസോഴ്സ് ലിമിറ്റേഷൻ ആണ്. പിന്നെ നമുക്ക് വേണ്ട റിസോഴ്സുകൾ, അതിന് സ്കേഴ്സിറ്റി ഉണ്ടാവുക, വളരെ ദൗർലഭ്യം അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ വന്നാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അപ്പോൾ ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ റീസൺസും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് എന്ന്. ഇറ്റ് റെഫേഴ്സ് ടു ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളോ 2 സെക്ഷനുകളോ 2 ഗ്രൂപ്പുകളോ ഒക്കെ തമ്മിലുള്ള
കോൺഫ്ലിക്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ കോമ്പീറ്റ് ഫോർ ദ അലോക്കേഷൻ ഓഫ് സ്കെയേഴ്സ് റിസോഴ്സസ് ആൻഡ് പവർ. ഇവിടെ മെയിനായിട്ടും 2 ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ റിസോഴ്സിനും അവരുടെ പവറിനും ഒക്കെ വേണ്ടി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന സോഴ്സുകൾ എന്ന് പറയുമ്പോൾ 2 ആൾക്കാരുടെയും 2 ഗ്രൂപ്പിൻ്റെയും ഗോളുകളൊക്കെ തികച്ചും ഇൻകമ്പാഷബിൾ, ഒട്ടും മാച്ച് ചെയ്യാത്ത കുറേ കാര്യങ്ങളായിരിക്കും. ഗ്രൂപ്പിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. കാരണം ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്ലാഷ് ആണ്. കാരണം അവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കണത് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി കുറച്ച് വ്യത്യാസം വന്നാലും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ എന്തായി, അവർ രണ്ടുപേരുടെ ഗോളിൽ വരുന്ന വ്യത്യസ്തത കാരണം അവിടെ ആ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയായി. ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് അടുത്തത്. 2 യൂണിറ്റിനോ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ വളരെയധികം ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ, ഒരു യൂണിറ്റിന് കിട്ടുന്ന ഒരു കാര്യം മറ്റൊരു റിസോഴ്സ് ഓഫ് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വെച്ചാൽ അവിടെ നമുക്ക് ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് കൂടും. പിന്നെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് മാക്സിമം കിട്ടാത്ത റിസോഴ്സ് എല്ലാം വാങ്ങി കൂട്ടി ശേഖരിച്ച് വെക്കുക എന്നുള്ളത് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരിക്കും. ആൻഡ് അങ്ങനെ വന്നു കഴിഞ്ഞാലും വളരെ സ്കെയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ വരുമ്പം ആ റിസോഴ്സ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് കോമ്പറ്റേറ്റീവ് ഇൻസെൻറ്റീവ് ആൻഡ് റിവാർഡ് സിസ്റ്റം. കാരണം നല്ല പെർഫോമൻസ് ഉള്ള ആൾക്കാർക്ക് കോമ്പറ്റീഷനിലൂടെ നല്ല റിവാർഡുകൾ വാങ്ങാം. അപ്പോൾ റിവാർഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത് നല്ല ബെറ്റർ പെർഫോമൻസിനാണ് കൊടുക്കാം. വെൻ ടാസ്ക് ആർ ഇൻഡിപെൻഡൻറ്റ്, ഓരോരുത്തർക്കും കൊടുക്കുന്ന ടാസ്ക് തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷനെ അത് ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ എന്താവും, പെർഫോമൻസ് അവിടെ വളരെ കുറയും. ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് റിവാർഡ് പ്ലാനൊക്കെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് പെർഫോമൻസിനൊക്കെ റിവാർഡ് പ്ലാനൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് ആ ഗ്രൂപ്പ് പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 5ാമത്തേൽ പറയാൻ ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് ആണ്. അത് ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് സ്റ്റാഫ് പേഴ്സണൽ ഡു നോട്ട് പോസസ് അതോറിറ്റി ഓവർ ലൈൻ പേഴ്സണൽ. സ്റ്റാഫ് പേഴ്സണിന് ഒരിക്കലും ലൈൻ പേഴ്സണിൻ്റെ മുകളിൽ അതോറിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണത്. 6ാമത്തെ പ്രശ്നം ഡിഫറൻസ് ഇൻ വാല്യൂ ആൻഡ് പെർസെപ്ഷൻ. ഓരോ മെമ്പറും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡും വാല്യൂവും പെർസെപ്ഷനൊക്കെ ബേസ്ഡായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളുടെ വാല്യൂ എന്ന് പറയുമ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കുക. ബട്ട് മാനുഫാക്ചറിങ് പീപ്പിളിനെ സംബന്ധിച്ചോളം അവരെപ്പോഴും പ്രിഫർ ചെയ്യുക ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു മെമ്പേഴ്സ്, ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ മെമ്പേഴ്സ് പെർസീവ് ചെയ്യുന്നത് ആസ് ഹിയറിങ് ഹയർ സ്റ്റാറ്റസ് ദാൻ അതർ ഡിപ്പാർട്ട്മെൻറ്റ് മെമ്പേഴ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മെമ്പേഴ്സിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെമ്പേഴ്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 7ാമത്തെ റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള റീസൺസ് ആണ്. മറ്റുള്ള റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോജിനിറ്റി ഓഫ് മെമ്പേഴ്സ്. ഹെട്രോജിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ പല വിദ്യാഭ്യാസ യോഗ്യത, പല പ്രായം, പല സ്റ്റാറ്റസ്, പലതരം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ഇടയിൽ തന്നെ അത് ഭയങ്കര പ്രശ്നങ്ങൾക്കുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷണൽ ഡിസ്റ്റോർഷനാണ്. അതായത് വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ റിസൾട്ടുകൾ കറക്റ്റായിട്ട് എല്ലാവിടേക്കും കിട്ടുന്നില്ലെങ്കിൽ അത് പകുതി കേൾക്കും പകുതി കേട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ പല ആൾക്കാർക്കും പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കാരണം അവർക്ക് മറ്റൊരാളുടെ ജോബിനെ കുറിച്ചൊന്നും അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഇല്ലാതെ തന്നെ അവരത് ഫ്രസ്ട്രേറ്റഡ് ആവുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുഗദർ പാർട്ടിസിപ്പേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഉൾപ്പെടുത്തി പല തീരുമാനം എടുക്കുമ്പം അങ്ങനത്തെ കേസിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പല ഡിഫറെൻ്റ് ഫങ്ഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലാണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം. ഇനി വരുന്നത് ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പ്രശ്നങ്ങൾ, ബേസിസ് ഓഫ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അതായത് ഇൻകമ്പാഷിബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, ഓവർ സ്റ്റാറ്റസ്, പ്രസ്റ്റീജ് ആർ പ്രസൻറ്റ് ഇൻ ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിൽ ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് വിത്ത് അനദർ ഓർഗനൈസേഷൻ, സെയിം ഗോള് അല്ലെങ്കിൽ ഒരേ ഗവൺമെൻറ് ഏജൻസിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക, ഒരേ ഗോളിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാം ഓർഗനൈസേഷനായിട്ട്, പക്ഷെ അവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 4ാമത്തെ പറയുന്നത് ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്.
ഇവിടെ വരുമ്പം 3 ടൈപ്പാണ് ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ലൈൻ ആൻഡ് സ്റ്റാഫ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ എംപ്ലോയീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ദ സെയിം ഹൈറാർക്കിക്കൽ ലെവൽ. ഇപ്പം നമുക്കൊരു ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇതിൻ്റെ എല്ലാം ഹെഡുകളുടെ പദവി എന്ന് പറയുന്നത് ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഒരേ പൊസിഷനിലുള്ള ആളുകൾ തമ്മിലുണ്ടാവുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുണ്ടാവുന്ന പ്രശ്നം ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിഫർ ചെയ്യുന്നത് ലോങ് എക്കണോമിക് റൺസ് ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ക്വിക്ക് ഡെലിവറി ആണ്. അപ്പോൾ അവർ രണ്ടുപേരും സെയിം ആയിട്ടുള്ള ഒരേ പൊസിഷനിലുള്ള ആ ഡിപ്പാർട്ട്മെന്റുകളാണ്. വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ്. അത് വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. കാരണം എപ്പോഴാണ് അത് ഉണ്ടാവുന്നത് വെച്ചാൽ സുപ്പീരിയർ എപ്പോഴും താഴെയുള്ള സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ സബോർഡിനേറ്റ് ആ കൺട്രോളിനെ എതിർക്കാൻ തുടങ്ങും. അപ്പോൾ ഹി ഫീൽസ് ദാറ്റ് ഹിസ് സുപ്പീരിയർ ട്രൈസ് ടു കൺട്രോൾ ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഹിസ് കൺട്രോൾ ആൻഡ് ഹി പെർസീവ്സ് കോൺഫ്ലിക്റ്റ് വിത്ത് ഹിസ് സുപ്പീരിയർ. അപ്പോൾ ഒരു സബോർഡിനേറ്റിനെ ഒരു സുപ്പീരിയർ കൺട്രോൾ ചെയ്യുമ്പം അയാൾക്ക് തീരെ ഇഷ്ടാവില്ല. അയാൾ എന്തിനാണ് ഞങ്ങളെ ഇത്രമാത്രം കൺട്രോൾ ചെയ്യുന്നത്, അയാളുടെ അധികാരം നമ്മളുടെ മുകളിൽ കാണിക്കുന്നു എന്നുള്ളൊരു തോന്നലിൻ്റെ മുകളിൽ ഉണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും ഡിഫറൻസ് സുപ്പീരിയർ സബോർഡിനേറ്റ് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ വന്ന ഓർഗനൈസേഷൻ്റെ ഇൻഎഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഒരു ഓർഗനൈസേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാഫിലെ സ്പെഷ്യലിസ്റ്റുകൾ അഡ്വൈസ് ചെയ്യും മാനേജേഴ്സിനെ അവരുടെ ഡ്യൂട്ടീസ് എല്ലാം പെർഫോം ചെയ്യാൻ. ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അതോറിറ്റിയാണ് ഉണ്ടാവുക. ഒന്ന് ലൈൻ അതോറിറ്റി ഉണ്ടാവും, സ്റ്റാഫ് അതോറിറ്റി ഉണ്ടാവും. ദീസ് അതോറിറ്റീസ് ഷുഡ് സപ്പോർട്ട് ഈച്ച് അതർ. ഈ 2 അതോറിറ്റിയും തമ്മിൽ പരസ്പര സഹകരണത്തോടെ പോകണം. എന്നാൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന 2 സംവിധാനങ്ങളാണ്. അപ്പോൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും റെസ്പോൺസിബിൾ ആണ് അവരുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിലും, അതേപോലെ അവരുടെ സ്റ്റാഫ് പീപ്പിളൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന കാര്യത്തിലും ബിലീവ് ദാറ്റ് സ്റ്റാഫ് പീപ്പിൾ ആർ വർക്ക്. അപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എന്താ? ലൈൻ മാനേജേഴ്സ് എപ്പോഴും അവരുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയ വ്യക്തികളാണ്. അവർ ചിന്തിക്കുന്നത് ഈ സ്റ്റാഫ് പീപ്പിളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരാണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നതല്ല. ദേ ഓൾസോ പെർസീവ് ദാറ്റ് ദ സ്റ്റാഫ് പീപ്പിൾ ഡു നോട്ട് ക്യാരി എനി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ സ്റ്റാഫ് പീപ്പിളിനൊന്നും ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഒരു ഉത്തരവാദിത്വം ഒന്നും ചെയ്യില്ല, പക്ഷെ ഭയങ്കരമായിട്ട് അധികാരം കാണിക്കും. അപ്പോൾ ദേ ഫീൽ ദ സ്റ്റാഫ് പീപ്പിൾ എൻക്രോച്ചസ് ദെയർ അതോറിറ്റി. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ അതോറിറ്റിയിൽ എൻക്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സ്റ്റാഫ് പീപ്പിൾ ഫീൽ ചെയ്യുന്നത് എന്താ? ലൈൻ മാനേജേഴ്സിനൊന്നും സ്റ്റാഫ് പീപ്പിളിൻ്റെ മുകളിൽ ഒരു അധികാരവും ഇല്ല, അവരിങ്ങനെ അഡ്വൈസ് ഒന്നും അവർ പറയുന്ന കാര്യമൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും ബിലീഫ് ചെയ്യുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഈച്ച് അതർ വിൽ ലീഡ് ടു കോൺഫ്ലിക്റ്റ്. എല്ലാം പരസ്പര വിരുദ്ധങ്ങളായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് കോൺഫ്ലിക്റ്റ് എന്താണ്, ഒരു കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്ന നേച്ചറും അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്